എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ മനു ആണെങ്കിൽ കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കൂട്ടി. ഇനി എന്ത് ചെയ്യാനാ? ഭാര്യയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ പണി പാളുമെന്ന് മനുവിന് മനസ്സിലായി. അങ്ങനെ ആശാൻ അവളെയും കൂട്ടി നമ്മുടെ സരയുനെയും കൂട്ടിയിട്ട് വണ്ടിയിൽ മടങ്ങി പോകുന്ന ആ ഒരു സമയത്ത് സരയു ചോദിച്ചു, അല്ല മനുവേട്ടൻ എന്താ ഒരു ക്ഷീണം പോലെ? മനുവേട്ടന് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു അപകടം സംഭവിച്ച പോലെയൊക്കെയാണല്ലോ ഇരിക്കുന്നതെന്ന്. എന്താ മോളു, നീ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചത്? അല്ല മനുവേട്ടന്റെ മുഖമൊക്കെ ആകെ മൊത്തം വല്ലാണ്ടിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞു. അതെ, ഒന്നുമില്ല മോളെ, എനിക്ക് കുറച്ച് ദിവസം അവിടെ ഇവിടെയൊക്കെ നടന്നതിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചില്ലേ, അതൊന്നും അത്ര കണ്ടങ്ങ് പിടിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാമെന്നും പറഞ്ഞ് സരിയുനെ ചേർത്ത് പിടിച്ച് നമ്മുടെ മനു അവിടുന്ന് പോരുകയാണ്. പിന്നീടാണെങ്കിലോ വീട്ടിലെത്തി മനോഹരനാണെങ്കിൽ ഈശ്വര തല്ലുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പുറത്തിട്ടും അതുപോലെ തന്നെ വയറിനിട്ടും ശങ്കിനിട്ടും ഒക്കെ നല്ല ഒന്നാന്തര ഇടിയാണ് കിട്ടിയിരിക്കുന്നത്. അവന്മാരെൻ്റെ ചങ്ക് കലക്കിയെന്നുള്ള രീതിയിൽ മനു ഇങ്ങനെ നിന്ന് പറയുമ്പോഴത്തേക്കിനും സറി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഷർട്ടൊക്കെ എടുത്തങ്ങ് ഇട്ടു. അതിനുശേഷമാണെങ്കിലോ ഞാൻ എന്താ മോള് വന്നേന്ന് ചോദിക്കുമ്പം, അല്ല മനുവേട്ടന് കുടിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പം, കൊണ്ടുപോവാ മോളെ കൊണ്ടുപോവാ, നല്ല രീതിയിൽ തന്നെ ദേ പാല് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആരോഗ്യമൊക്കെ വെക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് നമ്മുടെ സരയുനോട് പറഞ്ഞു. സരയു അതെടുക്കാൻ പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ മനു ആണെങ്കിൽ ഇങ്ങനെ നിന്ന് ആലോചിക്കുക, ഈശ്വര എന്നെ ആൾക്കാരെല്ലാവരും കൂടി അതും ആവശ്യമില്ലാത്ത കാര്യത്തിന് തല്ലി പദം വരുത്തി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറണമെങ്കിൽ ഈ പാല് കൊണ്ടൊന്നും തീരില്ല. എന്തായാലും ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോയി അറിയാവുന്നവനെ കൊണ്ട് ഒരു ഉഴിച്ചിലോ പിഴിച്ചിലോ ഒക്കെ നടത്തേണ്ടി വരും. അങ്ങനെ പുള്ളിക്കാരൻ ആലോചിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നിഷയുടെ കോള് വരികയാണ്. അവളുടെ കോള് വന്നതും പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആരും കാണാതെ അത് അറ്റൻഡ് ചെയ്തു. അതിനുശേഷമാണെങ്കിലോ ആള് മാറി നിന്നിട്ട് നമ്മുടെ നിഷയോട് സംസാരിച്ചു. പറയും മോളെ, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പം, അതെ റോഹേട്ടൻ ഇന്ന് എവിടെയെങ്കിലും പുറത്തു പോയായിരുന്നോ? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് ഇന്ന് റോഹേട്ടൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, അതും റോഹേട്ടൻ ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിരുന്നു. അവൾ വിളിച്ച പാടെ തന്നെ ഞാൻ ആ റെസ്റ്റോറൻറ്റിലേക്കും വന്നു എന്നൊക്കെ പറയുമ്പോൾ മനു ആണെങ്കിലോ, മോള് നീ എന്തൊക്കെ ഈ പറയുന്നത്? എൻ്റെ അമ്മാവ് മരിച്ചതിൻ്റെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ബോംബെയിലല്ലേ ഇപ്പോൾ ഉള്ളത്. പിന്നെ മോളെ നീ ആരെ കണ്ടോന്നേ ഈ പറയുന്നത്? അതെ ഞാനല്ല കണ്ടത്, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ്. തനി റോഹേട്ടനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞു, അത് കാരണമാണ് ഞാൻ വന്നത്. ഇനി എന്നോട് പറയാതെ എങ്ങാനും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലോ എനിക്കൊരു സർപ്രൈസ് തരാനായിട്ട്. അങ്ങനെ ഞാൻ നാട്ടിലേ വന്നിട്ടില്ല മോളെ, ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. എന്തായാലും എൻ്റെ അമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് മനു അങ്ങ് കള്ളക്കഥയൊക്കെ തട്ടിവിടാൻ തുടങ്ങി. അതും പോരാഞ്ഞിട്ട് കുറച്ച് കണ്ണുനീരും ഒക്കെ ഒഴുക്കി കാണിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നിഷയാണെങ്കിലോ, മനുവേട്ടന് നല്ല വിഷമമായല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ. എന്തായാലും മനുവേട്ടൻ സങ്കടപ്പെടേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനുവിനെ ആശ്വസിപ്പിക്കുകയാണ്. വിശ്വസിച്ചു, ഭാഗ്യം എന്നും പറഞ്ഞ് മനു ആണെങ്കിലോ, അതേ മോളു ഞാൻ പിന്നെ വിളിക്കാട്ടോ, ഇവിടെ അമ്മായിയും ടീമും ഒക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വന്ന സന്തോഷമാണ് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത്. അമ്മാവും മരിച്ച കാര്യമൊക്കെ ആണെങ്കിലും അവരെല്ലാവരും എന്നെ കണ്ടതുകൊണ്ട് ആ സങ്കടമൊക്കെ മറന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ശരി മനുവേട്ട, ഇനി ഞാൻ മനുവേട്ടനല്ല, ശരി റോഹേട്ട, ഞാനിനി അങ്ങോട്ട് വിളിക്കുന്നില്ല, ഏട്ടൻ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ നിഷ ഫോൺ വെക്കുകയാണ്. അങ്ങനെ അവർ ഫോൺ വെച്ച് കഴിയുമ്പോഴാണെങ്കിലോ സരയുത മനുവിന് കുടിക്കാനുള്ള പാലും ഒക്കെ അങ്ങനെ തൻ്റെ സ്നേഹനിധിയായിട്ടുള്ള ഭാര്യയുടെ അടുത്ത് നിന്നും ആ ഒരു പാലൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നീടാണെങ്കിലോ മനു അവിടെ നിന്ന് പിന്നെ ആലോചന. ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിയും ഒക്കെയാണ്. അപ്പോൾ കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറഞ്ഞു, അതെ ഇനി അധിക ദിവസമൊന്നും ഇല്ല, എളുപ്പത്തിൽ തന്നെ പോവാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ പോക്ക് മുടങ്ങും കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ കല്യാണിക്ക് ഇത്രയും നേട്ടമൊക്കെ കിട്ടണമെന്ന്. അപ്പൊ ഇങ്ങനെ ഇവര് സംസാരിക്കുമ്പോ കല്യാണി പറഞ്ഞു, അതെ കിരണേട്ടനെ കാണാതെയും കല്ലുമോനെ കാണാതെയൊക്കെ എനിക്കിരിക്കാനേ പറ്റത്തില്ല. എന്തായാലും പോണോ വേണ്ടിയോ എന്നുള്ള കാര്യം നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അതെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങ് അനുസരിച്ചാൽ മതി. എന്തായാലും മോള് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഇപ്പൊ തന്നെ കല്ലുമോനെ വീട്ടിൽ കൊണ്ടാക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പം ഇവര് പോകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബഗാസുരനാണെങ്കിലോ പുള്ളിക്കാരന്റെ ഗുണ്ടകളെയൊക്കെ വിളിച്ചു.
എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, അതെ, ഞാൻ ഇപ്പം ഒരു ഫോട്ടോ അങ്ങ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനു മുന്നേയും നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ് അവര്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. പയ്യനൊന്നും സംഭവിക്കരുത്. പയ്യൻ എൻ്റെ അനന്തരവനാണ്. അവനെ എനിക്ക് ജീവനോട് കൂടി വേണമെന്നും കല്യാണിയെയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തീർക്കണമെന്നും ഉള്ളൊരു ഉത്തരവ് നമ്മുടെ രാഹുൽ പറയുമ്പോഴത്തേക്കിനും അങ്ങനെ ആ ഗുണ്ടകളാണെങ്കിൽ കല്യാണിയുടെയും കിരണിന്റെയും ഒക്കെ പിന്നാലെ വെച്ചു പിടിക്കുന്നത് കാണിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ ഇതാ ഈ വയസ്സാം കാലത്ത് പ്രേമപരവശനായിട്ട് ഒരു രക്ഷയില്ല. ആശാനാണെങ്കിൽ നമ്മുടെ കാർത്തികയുടെ അമ്മയുടെ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നടക്കുകയാണ്. ഇയാളാണെങ്കിലോ വിട്ടി കോലം കെട്ടുന്നത് പോലെ ഓരോ കാട്ടായങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കിനും കാർത്തികയാണെങ്കിൽ മനസ്സുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അങ്ങ് ആസ്വദിക്കുകയാണ്. ഇതുപോലെ ഇവനെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കാൻ പറ്റുമെന്ന് കാർത്തിക സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അങ്ങനെ നമ്മുടെ പ്രകാശനോട് കാർത്തിക ഒരു കാര്യം പറയാണ്, അതെ, അച്ഛനോട് എൻ്റെ അമ്മ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ. അതെ, എൻ്റെ അമ്മ പറഞ്ഞാൽ അച്ഛൻ എന്ത് കാര്യം അനുസരിക്കുവോ? മോളെ, മോളുടെ അമ്മ പറഞ്ഞാലും മോള് പറഞ്ഞാലും ഞാൻ എന്ത് കാര്യം അനുസരിക്കും. എനിക്ക് അത്രമേൽ നിങ്ങളൊക്കെ പ്രിയപ്പെട്ടവരാന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കാർത്തികയാണെങ്കിൽ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. അങ്ങനെ കാർത്തിക പറഞ്ഞു, അതെ അച്ഛ, അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവിടെ അടുത്തുള്ളൊരു ദേവീക്ഷേത്രം. ആ ദേവീക്ഷേത്രത്തിലെ മെയിൻ വഴിപാടെന്ന് പറഞ്ഞാൽ നാരി പൂജയാണെന്ന് പറഞ്ഞു. അതേത് ദേവീക്ഷേത്രമാണ് മോളെ? ഞാൻ ആ ദേവീക്ഷേത്രത്തിൽ പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അച്ഛാ, ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ക്ഷേത്രമാണ്. എന്തായാലും ആ ക്ഷേത്രത്തിൽ പോയിട്ട് നാരീപൂജ ചെയ്യണം. അത് എൻ്റെ അമ്മ നേരത്തെ നേർന്നൊരു കാര്യമാണ്. അമ്മയ്ക്ക് ഇപ്പം വീണ്ടും ഒരു വിവാഹം കഴിക്കണമെന്നുള്ളൊരു താല്പര്യമൊക്കെ വന്നു. അച്ഛനറിയാലോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആരോടും മറച്ചു പിടിക്കാറില്ല എന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ പറഞ്ഞു, അമ്മയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് അയാള് നല്ല രീതിയിൽ തന്നെ ആ ഒരു പൂജ നടപ്പാക്കണമെന്ന്. എന്തായാലും എൻ്റെ അമ്മ ഒരുപാട് ഇപ്പം സ്വപ്നം കാണുന്നുണ്ട് അച്ഛനും ഒത്തുള്ളൊരു ജീവിതം. ഞങ്ങളും അത് തന്നെ. അച്ഛനെ പോലെ ഒരു അച്ഛനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ വളരെ കാര്യത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലോ ഇവള് മെനഞ്ഞു വെക്കുന്ന ആ ഒരു തന്ത്രത്തിൽ പെട്ടുപോകുകയാണ്. എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രകാശനെ ഇട്ട് വട്ടം കറക്കാൻ ഒരുങ്ങുകയാണ് കാർത്തിക. എന്തായാലും കാർത്തിക പറഞ്ഞ രീതിയിൽ പ്രകാശൻ പറഞ്ഞു, മോളെ, നാരീപൂജ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, അതൊന്നുമില്ല അച്ഛാ. 10ഉം 12ഉം വയസ്സുള്ള 2-3 കുട്ടികളൊക്കെ ഉണ്ടാവും. അവരെ ചെറുതായിട്ടിങ്ങനെ ഈ പൂജാരി പറഞ്ഞു തരുന്ന രീതിയിൽ പൂക്കളൊക്കെ കൊണ്ട് ഇങ്ങനെ പൂജ ചെയ്യണം. അത് തന്നെയാണ്. പിന്നെ അന്ന് അവർക്ക് അന്നദാനമൊക്കെ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആഹാ, ഇത്രേ ഉള്ളോ? അപ്പൊ സിമ്പിൾ ആണല്ലോ. അങ്ങനെ പ്രകാശൻ ആ ഒരു ചടങ്ങിന് തയ്യാറാകുകയാണ്. അപ്പം കാർത്തികയാണെങ്കിലും നമ്മെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചിരിക്കുകയാണ്. എന്തായാലും ദേ അമ്മയിട്ട് വട്ടം കറക്കിയതിന് അയാൾക്കുള്ള കൂലിയാണിത്. പെമ്മക്കളെ പൊന്നുപോലെ സ്നേഹിക്കേണ്ടതിന് പകരം അവരെയൊക്കെ തള്ളിക്കളഞ്ഞ പ്രകാശന് ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാനേ ഇല്ലാന്നും പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കാർത്തിക പറഞ്ഞു, അത് തന്നെയാണമ്മേ എനിക്കും ആവശ്യം. ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് എന്നെയും ഗർഭിണിയായിട്ടുള്ള അമ്മയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞവനല്ലേ അവൻ ഇത് തന്നെ വേണം. എന്തായാലും പെമ്പിള്ളേരുടെ കാല് കഴുകി വെള്ളം കുടിക്കട്ടെ അവനെന്നും പറഞ്ഞ് നമ്മുടെ കാർത്തിക ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പൊ ലക്ഷ്മിക്കാണെങ്കിൽ വലിയ സന്തോഷമായി. അങ്ങനെ നമ്മുടെ പ്രകാശന് ആ ഒരു പൂജ ചെയ്യേണ്ട ദിവസമായി. പ്രകാശനാണെങ്കിലും കുളിച്ച് വളരെയധികം ഭക്തിയോടുകൂടി ക്ഷേത്ര ദർശനമൊക്കെ ചെയ്തു. കാർത്തികയാണെങ്കിലോ അവളും അവിടെ വന്നു. അവളുടെ അമ്മയാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിലും പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകാശന് മുഖം കൊടുക്കാതെ ആശാട്ടി മാറി നിൽക്കുകയാണ്. അപ്പൊ പ്രകാശന് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ കാർത്തികയുടെ അമ്മയെ കാണണമെന്നും അവരുടെ അടുത്ത് സംസാരിക്കണമെന്നും ഒക്കെ. പക്ഷേ അച്ഛനെ കാണാനുള്ള സമയം ആയിട്ടില്ലെന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും അച്ഛൻ കുറച്ചു നാളുകൂടെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ നമ്മുടെ ദീപ എത്തുന്നുണ്ട്. അങ്ങനെ ദീപ വന്നതും ദീപയെ നമ്മുടെ ലക്ഷ്മി പോയി പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. ലക്ഷ്മി എന്നിട്ട് സംസാരിച്ചു. അപ്പം കാർത്തികയുടെ നമ്മുടെ ദീപയ്ക്ക് പരിചയം ഉണ്ടല്ലോ. അങ്ങനെ ദീപ സംസാരിച്ചു, ആ മോളെ കാർത്തിക്,
മോൾക്ക് എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് കിരണും കല്യാണിയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. മോളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല പ്രകാശൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ എൻ്റെ ഭർത്താവാണ്. പക്ഷേ എനിക്കിത് പറയാതെ മറ്റു മാർഗ്ഗമില്ല മോളെ. എൻ്റെ കല്യാണിയെയും കാദംബരിയെയും ഒക്കെ തള്ളിക്കളഞ്ഞത് ആ ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞു ദീപ ഉള്ള സത്യങ്ങൾ മുഴുവനും നമ്മുടെ കാർത്തികയോടും അവളുടെ അമ്മയോടും പറയാൻ തുടങ്ങുകയാണ്. അമ്മ എന്തായാലും വിഷമിക്കേണ്ട. ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളും കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. അമ്മ അങ്ങോട്ടൊന്ന് മാറി നിൽക്ക്. കുറച്ച് സമയം കഴിയുമ്പോൾ അമ്മ കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ച തന്നെ കാണാമെന്നും പറഞ്ഞ് നമ്മുടെ ദീപയെ അങ്ങ് മാറ്റി നിർത്തുകയാണ്. അപ്പൊ ദീപയെ നോക്കുമ്പോഴാണെങ്കിലോ പ്രകാശൻ വളരെയധികം ഭക്തിയോടുകൂടി പൂജാരി പറഞ്ഞ ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടികളെ ഇതുപോലെ തന്നെ അവരുടെ പാദപൂജ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രകാശനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അങ്ങനെ പ്രകാശിന്റെ അവസാനം കുട്ടികളുടെ കാല് കഴുകുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് വളരെയധികം സന്തോഷിച്ച് ഈ മഹാഭാവി ഈ ശിക്ഷയ്ക്ക് അർഹനാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ കാർത്തികയും അവളുടെ അമ്മയും ഒപ്പം ദീപയും സന്തോഷിക്കുകയാണ്. അവിടെ വെച്ച് നമ്മുടെ കാർത്തികയും അമ്മയും ആ വലിയ സത്യം നമ്മുടെ ദീപയുടെ അടുത്ത് തുറന്നു പറയുകയാണ്. അപ്പൊ ദീപയോട് പറഞ്ഞു, അതെ ഞാൻ ആരാണെന്ന് ദീപയ്ക്ക് അറിയാവോന്ന് ചോദിക്കുമ്പം കാർത്തികമ്മളുടെ അമ്മയല്ലേ, അല്ലാതെ എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അതെ ദീപയെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഇവന്റെ ഈ നിൽക്കുന്ന പ്രകാശന്റെ ഭാര്യയായിരുന്നവളാണ് ഞാൻ. അങ്ങ് തമിഴ്നാട്ടിൽ വെച്ച് ഇവൻ എന്നെയും അതുപോലെ തന്നെ ഞാൻ അവനെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കാലം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ ഞാൻ ഗർഭിണിയായതും എനിക്ക് ഒരു പെൺകുഞ്ഞാണ് പിറക്കാൻ പോകുന്നതെന്ന് ഏതോ ഒരു തള്ള പ്രവചിച്ചു. അതിൻ്റെ പേരിൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഒക്കെ ഉപേക്ഷിച്ച് അവനും അവൻ്റെ അമ്മയും രായ്ക്ക് രാമായണം നാട് കടന്നു എന്നുള്ള കഥയൊക്കെ ദീപയുടെ അടുത്ത് പറഞ്ഞു. ദീപയാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ദീപയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഈ തള്ളയും ഈ മോനും കൂടെ ഒരു പെങ്കൊച്ചിന്റെ ജീവിതം കൂടെ തൊലച്ചില്ലേ. ആ ഒരു സങ്കടത്തിൽ ദീപ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും എനിക്കറിയാമേ കല്യാണി എൻ്റെ അനുജത്തിയാണെന്നും കാദംബരി എൻ്റെ അനുജത്തിയാണെന്നും വിക്രം എൻ്റെ അനുജനാണ് എന്നുള്ള കാര്യമൊക്കെ. എന്തായാലും എൻ്റെ അനുജത്തിമാരെ ഞാൻ എൻ്റെ ഒപ്പം തന്നെ നിർത്തും. പക്ഷേ തെറ്റിൻ്റെ പുറകെ പോയിരിക്കുന്ന എൻ്റെ അനുജനുണ്ട്. അച്ഛൻ്റെ എല്ലാ ചതിക്കും കൂട്ടുനിന്ന ഈ വിക്രം എന്ന് പറയുന്നവനെ മാത്രം ഞാൻ വെറുതെ വിടില്ലമ്മേ. അവനെപ്പോലെ ഒരു ക്രിമിനൽ, അവനെ ഒരിക്കലും ഈ ഭൂമിയിൽ മര്യാദക്ക് ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തിക ദീപയോട് സംസാരിക്കുന്നത് കാണിക്കുകയാണ്. എന്തായാലും ആ അമ്മമാര് തമ്മിലുള്ള ആ ഒരു അടുപ്പവും അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക കല്യാണിയുടെ ചേച്ചിയാണ് എന്നുള്ള ആ ഒരു സത്യമൊക്കെ അറിഞ്ഞ് വളരെയധികം സന്തോഷത്തോട് കൂടി നിൽക്കുന്ന നമ്മുടെ ദീപയെ കാണിച്ചുകൊണ്ടാണ് ഈ വരുന്നൊരാഴ്ചയിലെ ആ ഒരു പ്രൊമോ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രകാശന് കിട്ടേണ്ട പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയാണെങ്കിലോ നമ്മുടെ മൂങ്ങ മുത്തശ്ശിക്ക് കൂടെ കുറച്ച് പണിയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ നടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.